ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സ്റ്റീലിന്റെ യൂണിറ്റ് വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ നമ്മുടെ സൈറ്റിൽ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ഏതൊക്കെയാണ്? 8mm യൂസ് ചെയ്യാറുണ്ട്, 10mm ഉണ്ട്, 12mm ഉണ്ട്, 16 ഉണ്ട്. അപ്പം ഈ ഡയയിലുള്ള സ്റ്റീൽസ് ഒക്കെ നമ്മൾ സൈറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് യൂണിറ്റ് വെയിറ്റ് എന്നത്. ഇപ്പം 8mm ആണെങ്കിൽ യൂണിറ്റ് വെയിറ്റ് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ഇതിപ്പോൾ നിങ്ങൾക്ക് അത് ബൈഹേർട്ടായിട്ട് ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ബൈഹേർട്ട് ചെയ്ത് വെക്കുക. d² / 162 എന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് 8mm ആണ്. ഇതായത് ഡി എന്ന് പറയുന്നത് നമുക്ക് ഏതിൻ്റെയാണോ വേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ ഇറക്കിയ കമ്പി 8mm കമ്പി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 8mm ആണല്ലോ എൻ്റെ ഡയമീറ്റർ. ആ ഡയാണ് ഡി എന്ന് പറയുന്നത്. അപ്പം 8 × 8 / 162 ചെയ്താൽ നമുക്ക് 8mm യൂണിറ്റ് വെയിറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് നോക്കാം, ചെയ്യാം. ഓക്കെ, എന്തുവാണ് ഇക്വേഷൻ? d² / 162 എന്നതാണ്. ഓക്കെ, = ബ്രാക്കറ്റ് ഇടുക. ഫസ്റ്റ് സെൽ ഏതാണ്? ഡി ഏതാണ്? 8 മൾട്ടിപ്ലൈഡ് ബൈ 8, വീണ്ടും 8 മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ്, ഡിവൈഡ് ബൈ 162. ഓക്കെ, നമുക്ക് 8mm യൂണിറ്റ് വെയിറ്റ് നമുക്ക് കിട്ടി. 0.395 എന്നതാണ്. ഇനി 10ന്റെ എത്രയാണ്? നമ്മൾ ആ ഇക്വേഷൻ ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് 10ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു. 10ന്റെ വാല്യൂ എത്ര? 10ന്റെ യൂണിറ്റ് വെയിറ്റ് 0.617 എന്നതാണ്. 12mm ആണെങ്കിൽ 0.889, 16 ആണെങ്കിൽ 1.58, 20mm ആണെങ്കിൽ 2.469, 25ന്റെ ആണെങ്കിൽ 3.85. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് വെയിറ്റ് ഓഫ് സ്റ്റീൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്തു വെക്കുക, d² / 162 എന്നതാണ്. താങ്ക് യു.